What's up, Chelsea fans, football fans? Welcome back, bros. Welcome to the discussion. ഞാൻ ഷാജിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I am not message ഇട്ട് വെച്ചിട്ടുണ്ട്. So let's see. Hi Ram, hi Blue Kite, hi Vineet, പ്രവീൺ 9:30 എന്തോ ചാറ്റ് ഇട്ടിട്ട് പോയ ആളാണ്. സോ നമസ്കാരം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആണെങ്കിൽ ചർച്ച ചെയ്യാം. കട്ട വെയിറ്റിംഗ്. താങ്ക് യു. അശ്വിൻ ഹായ്, ബുസ്താൻ ഹായ്. കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതുൽ കൃഷ്ണ ഹായ്. ഞാനൊന്നൊരു വീഡിയോ, ഒന്ന് രണ്ട് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാണ്. ഞാനത് ചെയ്യാനായിട്ടുള്ളൊരു ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒന്ന് മാറ്റി ഒരു ലൈവ് സ്ട്രീം ആക്കാമെന്ന് വിചാരിച്ചു. അതുൽ കൃഷ്ണ ഹായ്, എവറിബഡി ഹായ് ഹായ് ഹായ്. സൂയി എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും ഒരു ഹായ്. ഷാജേട്ടൻ്റെ ഒരു മറുപടി ഇല്ല കേട്ടോ. ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് പുള്ളിക്കാരൻ നോക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. പുള്ളിക്കാരോട് ചോദിച്ചിട്ട് തന്നെയാണ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്തത്. ഫെലിക്സ് ഷിയാസ്, എന്താണ് ഫെലിക്സിനെ കുറിച്ച് അറിയേണ്ടത്? നമുക്ക് ആദ്യം അവിടെ നിന്ന് തുടങ്ങാം. ഗിവ് അവേ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. വി ആർ ഡൂയിങ് ദ ഗിവ് അവേ. അത് അനൗൺസ് ചെയ്യാം, വീഡിയോയിൽ അനൗൺസ് ചെയ്യാം. വലിയ തലവേനയൊന്നുമില്ല. ഒരു ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്യുക. അതിൽ നിന്ന് റാൻഡം ആയിട്ട് 1-2 പേരെ സെലക്ട് ചെയ്യും, ഗിവ് അവേ കൊടുക്കും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ചില്ലി ടു സിറ്റി ആസ് ഓഫ് നൗ നോ, അത് നടക്കില്ല. ഇൻ ദ സെൻസ് മീൻ ആസ് ഓഫ് നൗ നോ. ചില്ലി ഈസ് ഹാപ്പി, ചെൽസി ഈസ് ഹാപ്പി. സിറ്റുവേഷൻ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഐ ഡോണ്ട് നോ ഈ ചില്ലി ടു സിറ്റി എവിടെ നിന്ന് വരുന്നു എന്നുള്ളത്. ഐ ഡോണ്ട് തിങ്ക്. വെൽക്കമിങ് ടു ദ ഡിസ്കഷൻ. ഷാജേട്ടാ നമസ്കാരം. നമസ്കാരം ശ്രീകാന്ത്. നമസ്കാരം ടു ഓൾ അവർ വ്യൂവേഴ്സ് ഓൾസോ. എല്ലാവർക്കും നമസ്കാരം. ഷാജേട്ടാ, നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ പോസ്റ്റ് മാച്ച് റിവ്യൂ. ഞങ്ങൾ ഓൾറെഡി ഡിസ്കഷൻ നടത്തി, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ. ഏത് ടീമിനെ നമ്മൾ കളിച്ച? ലെസ്റ്റർ സിറ്റി ആയിട്ട് 3-1 എവേയിൽ നമ്മൾ ജയിക്കാനിടയുണ്ടായി, വിച്ച് ഇസ് അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിൽവെലിന്റെയും മേസൺ മൗണ്ടിന്റെയും എല്ലാവരുടെയും ട്രാൻസ്ഫർ ന്യൂസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്ക് ആ റിവ്യൂ നിന്ന് തുടങ്ങാം. കായ് ഹാവർട്സ് ഫൈൻഡിങ് ടോപ്പ് ഫോം അണ്ടർ ഗ്രാം പോട്ടർ. നമ്മൾ രണ്ടുപേരും ഹൈലി ക്രിട്ടിസൈസ് ചെയ്ത ഒരു പ്ലെയർ ആണ്. പക്ഷെ ഹാപ്പി ടു സീ ഹിം പെർഫോം. പെർഫോം ചെയ്താൽ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അല്ലേ? So, do you think this is okay? Let's start with the post-match review, എന്നിട്ട് ബാക്കിയിലേക്ക് വരാം. Okay, fine. ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആണ് the whole performance. ഒരു കളക്റ്റീവ് ടീം പെർഫോമൻസ് ആണ്. ഒരു പ്ലെയർ എന്നല്ല, എല്ലാ പ്ലെയേഴ്സും നന്നായി പെർഫോം ചെയ്തു. അങ്ങനെ നമ്മൾ പല കളികളിലും നമ്മൾ കാണുന്നത് 1-2 പ്ലെയേഴ്സിനെ നമ്മൾ ഡീപ്പായിട്ടൊന്ന് ക്രിട്ടിസൈസ് ചെയ്തു. പക്ഷെ അങ്ങനെ ഒരു ക്രിട്ടിസിസം ആ മാച്ചിൽ ഒരു 1-2 പ്ലെയേഴ്സിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പറയാനില്ല നമുക്ക്. ടു ബി വെരി ഓണസ്റ്റ്, ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ വളരെ ആത്മവിശ്വാസം തരുന്ന ഒരിതാണ്. അതിൽ എനിക്ക് മോസ്റ്റ് ഹൈലൈറ്റിംഗ് പോയിന്റ്, ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അണ്ടർ ഗ്രഹാം പോട്ടർ എന്ന് പറയുന്നത് ഡിഫൻസ് ആണ്. ഡിഫൻസ് ഈസ് വെരി വെരി സോളിഡ് ആണ്. അതായത് നമ്മളുടെ കൂടെ ഗോൾ അടിക്കുന്ന ടീമുകൾ they have to play lot of extra passes. മറ്റ് ടീമുകളെ പോലെ ഈസി ആയിട്ട് ഒരു കൗണ്ടറിൽ ചെൽസിയുടെ കൂടെ ഗ്രഹാം പോട്ടറിന്റെ കീഴിൽ കണ്ടിട്ടില്ല. ഒരു കൗണ്ടർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 6 to 8 സെക്കൻഡ്സിൽ ഒരു 4-5 പാസിൽ ഒരു കൗണ്ടറിൽ ഗോൾ അടിച്ച് ജയിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം പോട്ടറിന്റെ കീഴിൽ അങ്ങനെ വരുന്നില്ല. അപ്പൊ ഒരു അഡയാമിയുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു, പക്ഷെ ദാറ്റ് വാസ് ബിക്കോസ് എനിവേ അഡയാമി ഞാനത് ഞാൻ കൗണ്ടർ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ പോയിട്ട് പെട്ടെന്ന് ബോൾ ബ്രേക്ക് ചെയ്ത് വന്ന ആ രീതിയിലല്ല. ഓക്കെ, ശ്രീകാന്ത് പറഞ്ഞു തന്നെ ഞാൻ ഉദ്ദേശിച്ച കൗണ്ടർ അങ്ങനെയുള്ള ഒരു ഇത് വന്നിട്ടില്ല. സോ ദ ഡിഫൻസ് ഈസ് വെരി സോളിഡ് ആണ്. മിഡ്ഫീൽഡ്, Enzo looks brilliant. I think he is a player who will be able to give ഒരു എങ്ങനെ പോയാലും ഒരു സീസണിൽ 15 അസിസ്റ്റ് ഒക്കെ സുഖസുന്ദരമായിട്ട് തരാൻ കഴിവുള്ള ഒരു പ്ലെയർ ആണ് എൻസോ ഫെർണാണ്ടസ്. അതിന്റെ എല്ലാ കാലിബറും ഉണ്ട്. എനിക്കൊന്ന് ഇപ്പൊ തന്നെ 4 അസിസ്റ്റ് ആയി തോന്നുന്നു, അല്ലെ? 4-3 അസിസ്റ്റ് ആയി. So that's another advantage. Kovacic slowly getting back to the rhythm. ഇനി കാണ്ടയും കൂടി ഇനിയുള്ള ചാമ്പ്യൻസ് ലീഗിലേക്ക് ആകുന്നതിന്റെ മുന്നേ ഒരു റിതം കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ഇതായിരിക്കും.
അറ്റാക്കിംഗ് പോയിന്റ് സ്റ്റെർലിംഗ് ഒരു ഇമ്പോർട്ടന്റ് ഫിഗർ ആണ്. ലെസ്റ്ററിന്റെ കൂടെ കളിച്ചില്ലെങ്കിലും ഐ തിങ്ക് ഈസ് ഷോയിങ് ദ ഫ്ലാഷസ് ഓഫ് ദ ഓൾഡ് സ്റ്റെർലിംഗിന്റെ ഒരു കളിയുണ്ട്. മുഡ്രിക് സെക്കൻഡ് ഹാഫ് വെരി ഗുഡ്. സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി ഒരു 15-20 മിനിറ്റ് സ്പാർക്ക് ഉണ്ടായിരുന്നു. എൻസോന് 2 അസിസ്റ്റ്. പക്ഷെ അതിന് ഒരു കാര്യം കൂടെ പറയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഗോളിന്റെ പ്രീ അസിസ്റ്റ് ശരിക്കും എൻസോന്റെ വകയായിരുന്നു. അതും കൂടെ നമ്മൾ സ്ട്രെസ് ചെയ്യണം. മനസ്സിലായി. മുന്നിലത്തെ ബോള് അതിന് മുന്നേ കൊടുത്ത ബോളായിരുന്നു. സോ അതൊരു അഡ്വാൻറ്റേജ് ഫാക്ടറാണ്. സോ ഓൾ ഇൻ ഓൾ ഐ ഫീൽ ദാറ്റ് ഇറ്റ്സ് എ വെരി കോൺഫിഡൻസ് ബൂസ്റ്റർ ആയിട്ടുള്ള ഒരു വിൻ ആണ്. നെക്സ്റ്റ് 2 ഗെയിംസ് വളരെ ക്രൂഷ്യൽ ആണ്. കാരണം പലരും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പറയുന്നുണ്ട് വി ഡോണ്ട് നീഡ് എ യൂറോപ്യൻ സ്പോട്ട്. ചാമ്പ്യൻസ് ലീഗ് കിട്ടുന്നില്ലെങ്കിൽ എന്തിനാ യൂറോപ്പ് കളിക്കുന്നത്? ലീഗ് കപ്പും FA കപ്പും പ്രീമിയർ ലീഗും കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരെ. അത് പറ്റില്ല. കാരണം എന്താ പറയുക, ഈ പ്ലെയേഴ്സിന് യൂറോപ്യൻ ടോസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം അതൊരു എക്സ്പോഷർ ആണ്. ഒരു അതായത് തന്റെ ലീഗിലുള്ള പുറത്തുള്ള ടീമുകളായിട്ട് കളിക്കാനുള്ള ഒരു അവസരമാണ്. അത് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്തായാലും ലീഗ് കപ്പ് മാഞ്ചസ്റ്റർ അടിച്ചു. മാഞ്ചസ്റ്റർ ടോപ്പ് 4 വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ ടോപ്പ് 4 ചാമ്പ്യൻസ് ലീഗും 5th and 6th ചാമ്പ്യൻസ് യൂറോപ്പ ലീഗും കോൺഫറൻസ് ലീഗും FA കപ്പ് വിന്നേഴ്സിനും ലീഗ് കപ്പിനും ഓരോ പൊസിഷനാണ്. പക്ഷെങ്കിൽ അത് ആ FA കപ്പ് വിന്നറും ലീഗ് കപ്പ് വിന്നറും ടോപ്പ് 4-ലോ ടോപ്പ് 6-ലോ ഉണ്ടെങ്കിൽ ദെൻ ഓട്ടോമാറ്റിക്കലി ലീഗിൽ താഴെയുള്ള ടീമിന് പോകും. അങ്ങനെ നോക്കുമ്പോൾ FA കപ്പും കൂടി ഈ പറയുന്ന യുണൈറ്റഡോ സിറ്റിയോ ഈ 2 ടീമിൽ ആരെങ്കിലും ഒരാൾ എടുക്കുകയാണെങ്കിൽ 7ാം സ്ഥാനത്തെത്തിയാൽ ചെൽസിക്ക് കോൺഫറൻസ് ലീഗ് കിട്ടും. കോൺഫറൻസ് ലീഗ് നമ്മുടെ നിലവാരത്തിന് പറ്റിയതാണോ എന്നല്ല വിഷയം. നമ്മുടെ പ്ലെയേഴ്സിന് അടുത്ത സീസണിലേക്ക് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ലീഗ് കളിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും എന്നുള്ളതാണ് എന്റെ പേഴ്സണലി ആയിട്ട് ഒപ്പീനിയൻ. സോ അതുകൊണ്ട് എന്തായാലും ആ 7ാം സ്ഥാനത്തിന് തന്നെ ശ്രമിക്കണം. 4ഉം 5ഉം 6ഉം കിട്ടാൻ സാധ്യത മാത്തമെറ്റിക്കലി ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല അത്ര പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നു. 7ാം സ്ഥാനം പ്രാക്ടിക്കലി പോസിബിൾ ആണ്. അത് ശരിക്കും ഒന്ന് ശ്രമിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഓവറോൾ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു വിക്ടറിയാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ അറ്റാക്കിംഗ് പ്ലേയിൽ ഒരു ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ടോ? അറ്റാക്കിംഗ് പ്ലേയിൽ ഇംപ്രൂവ്മെന്റ് കാണുന്നതെന്നാൽ ബോൾ ത്രെഡഡ് പാസസ് വരാൻ തുടങ്ങി, ലൂപ്പ് പാസസ് വരാൻ തുടങ്ങി. അതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പണ്ട് നേരത്തെ ഇല്ലായിരുന്നു. ഇത് നമ്മള് ഒരാളെ കുറ്റം പറയുന്നതല്ല. എന്താ പറയുന്നത്, ഈ ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആ 2ാമത്തെ ബോള് കായ് ഹവേർട്സിന്, അതായത് ശ്രീകാന്ത് പറഞ്ഞ അസിസ്റ്റ് ടു പ്രീ അസിസ്റ്റ് പറഞ്ഞല്ലോ, എൻസോ കൊടുത്ത ബോള്, അത് ജോർജിനോ ആണെന്നുണ്ടല്ലോ അങ്ങനെ ഒരു ബോൾ കൊടുക്കില്ല. അത് കാരണം അത് റിസ്ക് പിടിച്ച ബോളാണ്. അത് കാരണം പറഞ്ഞാൽ അത് ഔട്ട് സ്റ്റെപ്പ് കൊണ്ട് ശരിക്കും ബോൾ അത്രയും ആംഗിളിലേക്ക് ഒരു ത്രൂ ഇട്ട് കൊടുക്കാൻ ജോർജിനോ ശ്രമിക്കില്ല. ജോർജിനോ സേഫസ്റ്റ് ബോള് ഒന്നിക്ക് ബാക്കിലുള്ള സെന്റർ ബാക്കിന് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സൈഡിലുള്ള റൂബൻ ലോഫ്റ്റസ്-ചീക്കിന് കൊടുത്തിട്ടുണ്ടാവും. ഇത്രയേ ഉണ്ടാവുള്ളൂ. സോ അപ്പൊ നമ്മള് അത്തരത്തിലുള്ള പാസുകൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പം എനിക്ക് തോന്നുന്നു അറ്റാക്കേഴ്സിന് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം 2 ഗോൾ അടിക്കാൻ തുടങ്ങി. 2 കളിയിൽ ഇപ്പൊ 2 ഗോൾ അടിച്ചല്ലോ. അപ്പൊ എന്തായാലും 2 goals per എന്നുള്ള ആവറേജ് പതുക്കെ ഒന്ന് ബിൽഡപ്പ് ചെയ്ത് വരാൻ പറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതെ, ഗ്രേറ്റ്. Kai Havertz's performance, how do you rate in the past 2 games? See, it's a mixture ആണ്. അവന്റെ ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അയാൾക്കൊരു എന്താ പറയാ ടെക്നിക്കലി ഗിഫ്റ്റഡും ക്വാളിറ്റീസ് ഉണ്ടെന്നുള്ളത്. കൺസിസ്റ്റൻസിയാണ് ഒരു ഫുട്ബോളറെ മാറ്റി നിർത്തുന്നത് മറ്റ് കളിക്കാരുമായിട്ട്. ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും കഴിഞ്ഞ ദിവസം ഇത് ഞാൻ ഇങ്ങനെ ഒരു മാതൃക പറയാൻ കാരണം, കഴിഞ്ഞ തവണ ശ്രീകാന്തിന്റെ പ്രോഗ്രാമിൽ ഒന്ന് കുറെ പേര് കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂരും തമ്മിലുള്ള കളിയെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ആളുകൾ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും എന്തൊക്കെ പ്രതിഷേധം നടത്തിയാലും സുനിൽ ഛത്രി എന്ന പ്ലെയറിനുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു കൺസിസ്റ്റൻസി, അതൊരു വ്യത്യസ്തപ്പെട്ടതാണ്. അതുപോലെ തന്നെ കായ് ഹാവേർട്സ് എന്ന പ്ലെയർ അത്തരത്തിലുള്ള ഒരു കൺസിസ്റ്റൻസി കാണിക്കണം എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി ഒരു വലിയ പ്രശ്നമാണ്. അയാൾ ഒരു 2 കളി 3 കളി നന്നായി കളിക്കും, പിന്നെ വീണ്ടും അയാളുടെ ടച്ച് പോകുന്നു, അയാളുടെ കോൺഫിഡൻസ് താഴെ പോകുന്നു. അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു വേൾഡ് ലെവൽ പ്ലെയർ ആവാൻ പറ്റുകയാണ്, ഒരു ടോപ്പ് 10 വേൾഡ് പ്ലെയർ ആവണമെങ്കിൽ കൺസിസ്റ്റൻസി വേണം. കൺസിസ്റ്റൻസി ഇല്ലാതെ നമുക്ക് ആ നിലത്തിൽ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ് ആ ഒരു ഇതിൽ. ഇത് ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം, ഡൂസൻ ബ്ലാഹോവിച്ച് എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ഇന്നലെയാണോ മെഞ്ഞാന്നാണോ തോന്നുന്നത് ഒരു പെനാൽറ്റി എടുക്കുന്നുണ്ട്. ആ പെനാൽറ്റി മിസ് ചെയ്തു. ആ കളി ആ ടീം ജയിക്കുന്നുണ്ട്. ഇന്നലെയാണെന്ന് തോന്നുന്നു യുവന്റസ് ജയിക്കുന്നത്. അയാൾ അടിച്ച പെനാൽറ്റി റൈറ്റ് സൈഡ് പോസ്റ്റിന്റെ ബോട്ടം
അതായത് അതിന്റെ കോൺക്രീറ്റിൽ കൊണ്ട് തിരിച്ചു വരിക ബോൾ. പക്ഷെ ആ ബോൾ തിരിച്ച് പുറത്തേക്കാണ് വരുന്നത്. എന്നിട്ട് ഒരാൾ കാളി വെച്ചിട്ട് പുറത്തു പോയി. അതൊരു ക്വാളിറ്റിയാണ്. അത്രയും പവർ. അയാൾ ഗോൾ അടിച്ചില്ല. ഞാൻ പറയാൻ വരുന്നത് എന്താ പറഞ്ഞാൽ അക്യുറസി ഇൻ ഹിറ്റിംഗ് ദ ടാർഗറ്റ്. പലപ്പോഴും കായ അവേർഡ്സ് ഈസ് നോട്ട് ഹിറ്റിംഗ് ദ ടാർഗറ്റ്. ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്ട്രൈക്കർ ഷുഡ് എയ്തർ സ്കോർ എ ഗോൾ ഓർ മേക്ക് ദ ഗോൾ കീപ്പർ വർക്ക് ഓർ യു ഷുഡ് ഹിറ്റ് ദ പോസ്റ്റ്. ഇത് മൂന്നിൽ എന്തെങ്കിലും ഒന്ന് സ്ട്രൈക്കർ ചെയ്യണം. എല്ലാ ബോളും പുറത്തടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സ്ട്രൈക്കർ എന്ന് പറയാൻ പറ്റില്ല. സോ he has to be more consistent. Let's hope he will be consistent എന്നുള്ളത്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെലിക്സിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. ഹിസ് ഫിനിഷിംഗ് ഹാസ് ബീൻ പുവർ. പ്രത്യേകിച്ച് ബാർ ഹിറ്റിംഗ് സ്പെഷ്യലിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫെലിക്സ്. ഈസ് ദാറ്റ് എ ഗ്രോയിങ് കൺസേൺ? It is not a growing concern, but that has been the way Felix has been. Felix ഞാൻ കഴിഞ്ഞ സീസണിൽ അത്ലറ്റിക് മെഡറിൽ ഏറ്റവും അധികം ബാറിൽ അടിച്ച പ്ലെയർ ഫെലിക്സ് ആണ്. പോർച്ചുഗൽ വേൾഡ് കപ്പിൽ 2 തവണ ഫെലിക്സ് ബാറിൽ അടിച്ചു. 2 തവണ. ഫെലിക്സ് പൊതുവെ അങ്ങനെയാണ്. അത് എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ മിക്സർ ഓഫ് ബാഡ് ലക്ക് ആൻഡ് ടു മച്ച് ഓഫ് അക്യൂറസി. ചില പ്ലെയറൊക്കെ ഭയങ്കര അക്യൂറേറ്റ് ആയിട്ട് നോക്കും. ഈ നമ്മള് ഈ ബാറിൽ അടിച്ച കാര്യം പറയുമ്പോഴാണ് Didier Drogba is the least player to hit the bar. അവൻ ബാറെ അടിച്ചില്ല, അകത്തേ അടിക്കത്തുള്ളൂ. ബാറിൽ കൊള്ളൂല ബോള്. അതിപ്പോ ഓരോ പ്ലെയറിന്റെ ഇതായിരിക്കും. ബട്ട് ഐ തിങ്ക് he will score goals. He score goals. But I have my doubts. I mean, whether he's going to be a permanent member of the team എന്നുള്ള ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. Why? Because the more I see him, the more I see, because I keep watching these Bundesliga matches. Ipo Nkunku again injured. The more I have seen of Nkunku and Joe Felix, I think Nkunku is almost a similar player. So you can't have both of them. It will be trouble, huge trouble. And Nkunku is another kind of a player whom you cannot say. കാരണം ചില പ്ലേയേഴ്സിന്റെ ഒരു കാറ്റഗറൈസേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. I mean, he's a player who plays with a lot of physicality. Joe Felix is not a physical player. Technically gifted, dribbling sense ഉള്ള ഒരു പ്ലെയർ ആണ്. ക്രിസ്റ്റഫർ എൻകുങ്കു ഒരു ഫിസിക്കൽ ഉള്ള പ്ലെയർ ആണ്. So there is a possibility Felix may not play on the team. ശരിയാണ്. If you look at it, Felix, Kai Havertz, Nkunku and then a striker plus Mudryk and Noni Madueke and Sterling. എന്താണത്? അതെ, അതിലും ഉള്ള ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമ്മളെ ഫാൻസ് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നമ്മുടെ എന്താ പറയാ ദൂസൻ ബ്ലാഹോവിച്ചിനെ മേടിക്കണം എന്നുള്ളത്. പക്ഷെ അതിലും എനിക്ക് ഡൗട്ട് ഉണ്ട് ശ്രീകാന്ത്. ബിക്കോസ് ഈസ് ഓൾസോ എ ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയർ. കായ് ഹാവർട്സ് ഇസ് എ ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയർ. ഹൗ വിൽ യു ഹാവ് എ 2 സ്ട്രൈക്കേഴ്സ് ബോത്ത് ആർ ലെഫ്റ്റ് ഫുട്ടഡ്? വെരി റയർ ഇൻസ്റ്റൻസ് അത്. അങ്ങനെ ഉണ്ടാവില്ല. ബിക്കോസ് നമ്മൾ ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു ടാക്ടിക്കൽ ചേഞ്ച് വരുന്നത് വിചാരിച്ചോ. ലെറ്റ്സ് ഇമാജിൻ കായ് ഹാവർട്സ് ഈസ് പ്ലേയിങ്. 20 മിനിറ്റ് ബാക്കിയുണ്ട്. സോ ഹി ഈസ് എ ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയർ ആൻഡ് ഈസ് ബീങ് ക്ലോസ്ലി മാർക്ഡ്. ഈസ് നോട്ട് ഗെറ്റിംഗ് ദ സ്പേസ് ടു ഹിറ്റ് ഫ്രം ദ വിത്ത് ദ ലെഫ്റ്റ് ഫുട്ട് വിത്ത് എ കർവ്ഡ് ആംഗിൾ. What will you do as a coach? You will try to bring a right-footed striker. You can't bring Dusan Vlahovic because he is again a left-footed player. Vlahovic's replacement ആയിട്ടല്ലല്ലോ Kai Havertz കളിക്കുക. They will play 2 different positions. Kai Havertz എനിക്ക് തോന്നുന്നു other than a striker, I don't think in this team he will fit in anywhere. If it is a formation outside 3-4-2-1, Kai Havertz suits only in that 3 at the back formation. ഈ 4-2-3-1 4-3-3 എവിടെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ശ്രീകാന്ത് ഒന്ന് ആലോചിക്കുക. 4-3-3 പോട്ടർ കളിക്കുകയാണെങ്കിൽ where will you play Havertz? You can't play anywhere. എവിടെയും കളിപ്പിക്കാൻ പറ്റില്ല. ഇനി വേണ്ട 4-3-2-1 കളിപ്പിച്ച് നോക്കിയേ, where will you play him? You will play him right behind the striker? No, you can't play him. കാരണം എന്താ പറയാ, റൈറ്റ് ബിഹൈൻഡ് ദ സ്ട്രൈക്കർ ആ 2 പേരെന്ന് പറയുന്നത് should have speed. Kai Havertz has got a stretching speed, but അത് acceleration ഒന്നുമില്ല. Havertz ഇപ്പൊ സ്റ്റെർലിംഗ് acceleration, Mudryk acceleration, Joe Felix has got an acceleration ഇല്ല. അപ്പൊ other than 3-4-2-1, ഈ 3-4-2-1 കായ് ഹാവർട്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? ബിക്കോസ് ഹി ഹാസ് ഗോട്ട് acceleration from the wing backs. ഒരു സൈഡ് റീസെ ജെയിംസും ഒരു സൈഡ് ചിൽവലും പോകുന്നുണ്ട്. ഈ വൈഡിലുള്ള ആ 2 പ്ലെയേഴ്സ് ടക്കിൻ ചെയ്ത് കളിച്ച് acceleration കൊണ്ടുവരുന്നുണ്ട്. അവൻ അത്ര acceleration കാണിക്കണ്ട. I don't think any other ഫോർമേഷനിൽ കളിക്കാൻ പറ്റൂ എന്നുള്ളത്. സ്ട്രൈക്കർ, യു ക്യാൻ പ്ലേ ഹിം ആസ് എ സ്ട്രൈക്കർ. അതർ ദാൻ ദാറ്റ് എനി അതർ പൊസിഷൻ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. അല്ലേ, ഇപ്പൊ ലെറ്റ്സ് അസ്യൂം Vlahovic വന്നു കഴിഞ്ഞാൽ Vlahovic, Kai Havertz and let's say Nkunku, that could be a possible front three in a 3-4-2-1 formation. Where will Kai Havertz play? ആ 4-2-3-1 ഇപ്പൊ കളിക്കുന്ന പൊസിഷനിൽ ആ ലെഫ്റ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഉണ്ട്. അപ്പൊ റൈറ്റ് അപ്പൊ Nkunku ലെഫ്റ്റില്
ലെഫ്റ്റ് റൈറ്റ്. But then pace illalo, Srikanth. You lose speed on the right side. See, നമ്മളിപ്പോ ശ്രീകാന്ത് പറയുന്ന ഫോർമേഷൻ 4-3-3 ആണ്. അല്ലല്ല 3-4-2-1. 3-4-2-1 ഫ്രണ്ടില് സ്ട്രൈക്കർ വ്ലാഹോവിച്ച്, സ്ട്രൈക്കേഴ്സിന്റെ Kai Havertz and Nkunku. അതെ, you are talking about the pyramid. ആ പിരമിഡില് ആ കോർണർ ടിപ്പ് ഓഫ് ദ pyramid is Vlahovic, ലെഫ്റ്റില് Nkunku, on the right side you are telling Kai Havertz. But the problem is, where is the pace to support Reece James? Because Reece has to cut in, no? Somebody should release and quickly move out. He doesn't move out that way. അവിടെ പ്ലെയർ ഇല്ലല്ലോ, നമുക്ക് മൂവ്മെന്റ് വളരെ ഇതാണ്. ഒന്നും വേണ്ട, ഇങ്ങനെ നോക്കിയാൽ മതി. കുറച്ച് സമയേ നമ്മുടെ റീസ ജെയിംസ് നോണി മഡുവാക്കയുടെ കൂടെ കളിച്ചിട്ടുള്ളൂ. ബട്ട് ഹി ഈസ് വെരി കംഫർട്ടബിൾ വിത്ത് നോണി. എന്തുകൊണ്ടാണെന്നറിയോ? നോണി അകത്തേക്ക് പോകുമ്പോൾ അവിടെ റീസ ഫ്രീ ആവും, റീസ കേരി ക്രോസ് ചെയ്യും. Kai Havertz doesn't have that speed. സ്പീഡ് അല്ല, എക്സാക്ട് ഇംഗ്ലീഷ് വേർഡ് ആക്സലറേഷൻ ആണ്. കാരണം ഇപ്പം സ്റ്റെർലിംഗ് ഒക്കെ നമ്മൾ കാണുന്ന എന്താണ്, ഇപ്പൊ ജോ ഫെലിക്സ് തന്നെ ബോൾ കിട്ടിക്കഴിഞ്ഞാല് ലാസ്റ്റ് 1/3 ആക്സലറേഷൻ ഉണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ള ആക്സലറേഷൻ ഉണ്ട്. ബോൾ ഒന്ന് വലിച്ചുകൊണ്ട് പോകും, മുഡ്രിക്കായാലും വലിച്ചുകൊണ്ട് പോകും. ബട്ട് ഹാവേർട്സിന് ആക്സലറേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹാവേർട്സ് സ്ട്രെച്ച് ആണ്, ഒരു 6 അടി 6'2" പൊക്കമുള്ള ഒരുത്ത നീണ്ട കാല് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പോകുന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, അവനിപ്പോ ഈ ഒരു ഫോമിൽ കളിക്കുന്ന സ്ഥിതിക്ക് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് കൺസിസ്റ്റൻസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടു തിങ്ക് അബൌട്ട് സെല്ലിംഗ് ഹിം. Kai Havertz. I mean, it's not a question of selling it. It's a question of you have to find a balance. You have to find a balance. Otherwise, no, it's a waste. There is no point in keeping him in that. See, അയാളെ ബെഞ്ചിൽ ഇരുത്തിയിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ പറയാ, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് എനിക്ക് കായ് ഹാവേർട്സിൽ നിന്ന് മനസ്സിലായ ഒരു പോയിന്റ്, ഇസ് നോട്ട് ആൻ ഇമ്പാക്ട് പ്ലെയർ. ഒരു സൂപ്പർ സബ് അല്ല. സൂപ്പർ സബ് എന്ന് പറയുന്ന ഒരു ഇമ്പാക്ട് ഉള്ള പ്ലെയർ ആണ്. അങ്ങനത്തെ പ്ലെയർ അല്ല. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ ഒരു ഇമ്പാക്ട് ഉള്ള ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇഫ് യു ആർ പ്ലേയിങ് യു ഹാവ് ടു, കാരണം എന്താ പറയാ, ഇറ്റ് ടേക്സ് ടൈം ടു സെറ്റിൽ. ചില പ്ലെയേഴ്സ് ഉണ്ട് ശ്രീകാന്ത്, ഇപ്പൊ കായ് ഹാവേർട്സ് ഒക്കെ ആ ടൈപ്പുള്ള ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. യു കാൻ പ്ലേ ഓൺ ദാറ്റ് പോയിന്റ്. അതിലൊന്നും എനിക്ക് തോന്നുന്നില്ല കളിക്കുക. ഇപ്പൊ നമുക്ക് ഇപ്പൊ സാലമൻ കലു ഒക്കെ എന്ന് പറഞ്ഞാല് പലരും പറയും ഡ്രോഗ്ബ ഉള്ളതുകൊണ്ട് കലുയുടെ റോളേ സൂപ്പർ സബാ. കാരണം 10 മിനിറ്റ് 15 മിനിറ്റുള്ളപ്പോ കലു വരിക. പക്ഷെ അത് മതി, അയാൾ ഇറങ്ങുമ്പോ തന്നെ കളിക്കും. കായ് ഹാവേർട്സ് ഒക്കെ ടൈം എടുക്കും. ടൈം എടുത്ത് സെറ്റ് ആയി വരുമ്പോഴത്തേക്ക് വിസിൽ ഊതി കഴിഞ്ഞിട്ടുണ്ടോ? അത് ശരിയാണ്. That is definitely there. So Felix, you are saying predictably may not be a full signing. Kai Havertz, we sell him or we keep him? Pardon? We sell him or we keep him? Kai Havertz, if I am getting Vlahovic, I will sell him. If I don't get Vlahovic, I will not sell him. Because എന്നെ സംബന്ധിച്ചോളം, if Chelsea are to go for a striker, at the moment, the best option is Vlahovic because of his physicality, because of his physicality. Victor Osimhen, നമ്മുടെ നാപ്പോളി. Osimhen doesn't have that. See, Osimhen is very good inside the box, outside the box, physical ആണ്. But the aerial capability of Vlahovic ശരിക്കും കഴുത്തുണ്ടല്ലോ, നമ്മളെ ഡ്രോഗ്ബെ പോലെയാണ്. നെക്ക് മസിൽസ് ഭയങ്കര സ്ട്രോങ് ആണ്. He will crane and thump the ball. ശ്രീകാന്ത് ഒന്ന് അവന്റെ ഒരു യൂട്യൂബിൽ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വ്ലാഹോവിച്ചിന്റെ ഒരു ഹെഡ് ട്രക്ക് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റാ. വൺസ് ഹി ഹിറ്റ്സ് വിത്ത് ഹിസ് ഹെഡ്, നോ, ഇറ്റ് ഗോസ് ലൈക്ക് എ റോക്കറ്റ്. നല്ല മസിൽ പവറാ നെക്കിന്. അപ്പൊ എന്താ അറിയോ, നമുക്ക് പ്രീമിയർ ലീഗിലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബോൾ ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു തമ്പിങ് ഉണ്ട്. ഇപ്പോഴും ഓർക്കുന്നുണ്ടോ ബയൺ മ്യൂണിക്കിന്റെ കൂടെ ഡ്രോഗ്ബ അടിച്ച ഹെഡർ മാനുവലിനെയാണ്. ദാറ്റ്സ് എ പവർ, അത് മസിലാണ്. ഇന്നത്തെ എന്താണ് ഇന്നത്തെ എക്സി പറയുകയാണെങ്കിൽ 0.01 എക്സി ഉള്ള ഒരു ഷോട്ടാണ്. അത്രേ ഉള്ളൂ. കാരണം പറഞ്ഞാല് നമ്മുടെ മാർട്ടിൻ ടൈലർ പറയുന്ന ഒരു ഇന്റർവ്യൂല് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇങ്ങനെ തന്നെ ഇംഗ്ലീഷിൽ പറയുന്ന, ഈ ക്രെയിൻസ് ഹിസ് നെക്ക് ആൻഡ് ഈ ബുൾഡോസസ് വിത്ത് ഹിസ് ഹെഡ് എന്നാണ്. അത് പവറാണ്, അത് മസിൽ പവറാണ്. ആ നെക്ക് പവർ, നെക്കിലുള്ള മസിൽ കൊണ്ട് തമ്പ് ചെയ്യുന്ന ബോൾ. അത് വ്ലാഹോവിച്ച് അത് ഭയങ്കരമാണ് കേട്ടോ. വ്ലാഹോവിച്ചിന്റെ ചില ഹെഡറൊക്കെ ഉണ്ടല്ലോ, ഗോൾ കീപ്പർ ഫിസ്റ്റ് ചെയ്ത പറക്കുന്നതാണ്.
അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഏരിയൽ പൊറോസ് ഉള്ളതുകൊണ്ട് you must go and buy a striker like Vlahovic. Victor Osimhen is a good striker, but aerially he is not as good as Vlahovic. That's a very interesting point. Kaneന്റെ കാര്യം ഇത് പറഞ്ഞു മടുത്ത്. കെയ്നിനെ വിൽക്കില്ല, ഒന്നാമത്തെ കാര്യം. വിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അയാൾ ചെൽസിയിലേക്ക് വിൽക്കില്ല. സോ ലെറ്റ്സ് നോട്ട് ഈവൻ ഡിസ്കസ് ദെയർ. ലൗതാറോ മാർട്ടിനസ് അടിപൊളിയാണ്. ആ ഒരൊറ്റ ടീമിന് വേണ്ടി അർജന്റീനയിലെ പുള്ളിക്കാരൻ കളിച്ച ഒരു ലോൺ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് ഇതുവരെ കൺവിൻസിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. വാട്ട് അബൌട്ട് യു ഷാജേട്ടാ? ലൗതാറോ മാർട്ടിനസ്? No. He is not the striker suited for us. നമ്മുടെ ഫുട്ബോളിനെ പറ്റിയ സ്ട്രൈക്കർ ഒന്നല്ല. Probably ഗോർഡിയോളക്കൊക്കെ പറ്റിയ സ്ട്രൈക്കറാണ്. Where they play too many mobility കൂടുതലുള്ള players അല്ല. So you need players like that. ഇങ്ങനെ ടക്ക് പാസ് ചെയ്ത് പോകുന്ന players വേണം. We have players who have more running into the channels. I don't think he will be suited for us. He's not the നമുക്ക് പറ്റിയ പ്ലെയർ അല്ല. ഇപ്പൊ വേറെ കോച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ആരായാലും, ഇപ്പൊ ലൂയിസ് എൻറിക്ക വന്നാലും I don't think Lautaro Martinez is the kind of player he would like, or for that matter Hansi Flick ആരായാലും അവർക്ക് സൂട്ടഡ് ആവുന്ന ഒരു പ്ലെയർ അല്ല. Martinez is not that kind of a player. What about Ramos from Benfica? I think ഒരു ചെറിയ റൂമർ കേട്ടിരുന്ന ഒരു പ്ലെയർ ആണ്. എനിക്കറിയില്ല. But my problem is I don't want to എന്താ പറയുന്ന ഒരു experimentation is not possible anymore. ഇനി നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇനി എക്സ്പെരിമെന്റ് ചെയ്താലുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ you are actually putting your team under problem. കാരണം എന്ന് പറഞ്ഞാൽ this team is now set, is closely getting set into a rhythm. ഒരു rhythm. ഇനി ഒരു എക്സ്പെരിമെന്റിൽ ഒരു സ്ട്രൈക്കർ ഇടുമ്പോൾ if he's going to miss too many opportunities, it will be risk. കാരണം see, he plays in a league which has got lot of teams that are not up to the highest of level. ഇപ്പൊ ബോട്ടം 10 നോക്കിക്കഴിഞ്ഞാല് ഈ ഗൊൺകാൽക്കോ റാമോസ് എനിക്ക് തോന്നുന്നു 15 ഗോളോ എന്തോ അടിച്ചിട്ടുണ്ട് ഈ സീസണിൽ. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ദ ബോട്ടം 10 നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഡിഫറൻസ് ഇറ്റ് ഹാസ്. 10ാം സ്ഥാനം മുതൽ 20ാം സ്ഥാനം വരെ 18ാം സ്ഥാനം വരെയുള്ള ടീമുകളുടെ ഒന്ന് നോക്കിക്കാൻ എനിബഡി ക്യാൻ ത്രാഷ് എനിബഡി ഓൺ ദാറ്റ്. ടീംസ് ലൈക്ക് ഷാവേസ്, വിസെല്ല, ഗിൽ വിൻസെന്റ്, എസ്തറോലി, മാർത്തിമോ ഒക്കെ ചില ദിവസങ്ങളൊക്കെ ഈ മേലെ ഇരിക്കുന്ന കാസാപ്പിയ എന്ന് പറഞ്ഞ ക്ലബിനൊക്കെ അടിക്കുന്ന കാണാം. അതൊന്നും ഒരു കൺസിസ്റ്റൻസി ആയിട്ട് പറയാൻ പറ്റും. സോ I don't think against നമ്മളെ ലീഗിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്, അതായത് ഞാൻ ഇന്നലെ പ്രസ് ക്ലബിന്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞത്, വൺ ഓഫ് ദ ഗൈ ആസ്ക്ഡ് മീ ദിസ് ക്വസ്റ്റ്യൻ. ഇത് ഇവിടെ ആരും ചോദിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, ഇത്രയും നല്ലൊരു പ്രോഗ്രാം ആയതുകൊണ്ട്. മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ലാ ലീഗ ആൻഡ് പ്രീമിയർ ലീഗ് എന്താന്ന് പറഞ്ഞാല്, ഇൻ ലാ ലീഗ അഗെയിൻസ്റ്റ് ബിഗ് ടീംസ് ബോട്ടം 10 ഫസ്റ്റ് ഇന്റൻഷൻ ഈസ് ടു save a point. That's the first intention. You go to Mallorca, you go to Villarreal, you go to Cadiz. They all have one intention. Ara kalikkunna Barcelona. So let us get a draw. That's the intention. In England, if Liverpool is going to Bournemouth, I can tell you Bournemouth will not be talking about drawing it, rather than counter attack and score and holding it. Mentality different ah nammale league ആയിട്ട്. Because നമ്മൾ ലാസ്റ്റ് 2 വീക്സിന്റെ റിസൾട്ട് നോക്കിയാൽ ലിവർപൂൾ thrashes Manchester United 7-0. The same Liverpool is beaten by Bournemouth 1-0. ആ ഒരു മെന്റാലിറ്റി ഡിഫറെന്റ് ആണ്. ലാലിഗയിലെ വലിയ ടീമുകളായിട്ട് their first intention is draw the match. ഈ ഇംഗ്ലണ്ടിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല. their first intention is to score first. എപ്പോഴും നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും, ഈ ബോട്ടം 10 ഇരിക്കുന്ന ടീം ഉണ്ടല്ലോ, കൗണ്ടറിൽ ആദ്യം ഒരു ഗോൾ അടിക്കാൻ നോക്കും, അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിഫെൻഡ് ചെയ്യും. മറ്റേത് അങ്ങനെയല്ല, തുടക്കം മുതലേ ഡിഫെൻഡ് ആയിരിക്കും. അപ്പൊ അതൊരു വലിയൊരു എന്താ പറയാ ഒരു ഡിഫറൻസ് ഉണ്ട്. ഐ എം നോട്ട് ഷുവർ ഗൊൺകാൽക്കോ റാമോസ് ക്യാൻ കം ഇൻ ടു ദിസ് ലീഗ് ആൻഡ് ബി വെരി സക്സസ്ഫുൾ എന്നുള്ളത്. ഒരു എക്സ്പെരിമെന്റ്, നല്ല പ്ലെയർ അല്ല കേട്ടോ ഞാൻ പറയുന്നത്, നല്ല പ്ലെയർ ആണ്, പക്ഷെ ഒരു എക്സ്പെരിമെന്റേഷൻ ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല. Right, absolutely. പിന്നെ പോരാത്തതിന് ഓക്കെ, ലെറ്റ്സ് ടോക്ക് പ്രോബബ്ലി ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻ ഓഫ് മേസൺ മൗണ്ട്, ഹിസ് കോൺട്രാക്ട് സിറ്റുവേഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെൻ ചിൽവെല്ലിലേക്ക് വരാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ദിസ് ഷുഡ് ഗെറ്റ് ഡൺ, പക്ഷേ ഇറ്റ് ഈസ് ബീങ് ഡ്രാഗ്ഡ് അ ലോട്ട്. വൈ ഈസ് ദാറ്റ് ഡ്രാഗ്? എന്താണ് ആ ഡ്രാഗ്? വാട്ട് ഡു യു തിങ്ക് ഇസ് ഗോണ ഹാപ്പൻ? See, let's look at this in this kind of a scenario. This guy actually becomes a permanent Chelsea player 2019.
എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡാബി കൗണ്ടിയും അതിന്റെ മുന്നേ വിറ്റേഴ്സ് RM കളിച്ചതിന് ശേഷം 2019 ചെൽസിയിൽ ഒരു പെർമനന്റ് പ്ലെയർ ആവുന്നുണ്ട്. പെർമനന്റ്, ഒരു റോളിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലാതെ റെഗുലർ പ്ലെയർ ആവുന്നുണ്ട്. ഈ റെഗുലർ പ്ലെയർ ആയ മേസൺ മൗണ്ടിന്റെ കഴിഞ്ഞ 2 സീസൺ നോക്കിയാൽ, അതിന്റെ മുന്നിലത്തെ സീസണും വെച്ച് നോക്കിയാൽ, ഇറ്റ് ഈസ് നോട്ട് എന്താ പറയുന്നത് എ ഗ്രാഫ് ഓൺ ദ ഹയർ സൈഡ്, ഇറ്റ് ഈസ് ഓൺ ദ ഡൗൺ സൈഡ്. അത് മേസൺ മൗണ്ടിന് തന്നെ അറിയാം. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മേസൺ മൗണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഷോർട്ട് ടേം കോൺട്രാക്ട് അയാളുടെ കോൺഫിഡൻസ് അയാൾക്ക് ഇല്ലാത്ത കൊണ്ടും, ഞാൻ മനസ്സിലാക്കുന്നത് അയാൾക്ക് ഇല്ലാത്തത് കൊണ്ടും, അയാൾക്ക് ഇവിടെ സ്ഥിരമായി ഫസ്റ്റ് ലെവലിൽ കളിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ കോൺട്രാക്ട് ചെറുതാണെങ്കിൽ വേറെ ക്ലബിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും എന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കും അയാൾ 5 വർഷത്തെ അല്ലെ 6 വർഷത്തെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ താല്പര്യപ്പെടാത്തത്. ഒരു 4 വർഷത്തെ കോൺട്രാക്ട് ആണെങ്കിൽ അടുത്ത 2 സീസൺ അയാൾ കളിച്ചില്ല എങ്കിൽ 3ാമത്തെ വർഷം അയാൾക്ക് വേറെ ക്ലബിൽ പോവാം. ഈ സ്റ്റിൽ യങ്. പക്ഷെങ്കിൽ ഒരു 7 വർഷത്തെ കോൺട്രാക്ട് ഉള്ളപ്പോ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അയാൾക്ക് വേറെ ഒരു ക്ലബിൽ പോകുമ്പം ഒരു ക്ലബിന്റെ സൈഡിൽ നിന്നുള്ള ഡിമാൻഡ്സ് കൂടുതലാണ്. എപ്പോഴും ഈ കോൺട്രാക്ട് സിറ്റുവേഷനിൽ ഒരു പ്ലെയറെ വിൽക്കുമ്പം player with a larger contract is always demanded by the selling club, not from the buying club. അത് അയാൾക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നത് മേസൺ മൗണ്ട് ഇത്രയും പ്രഷർ കൊടുത്ത് ഈ ഷോർട്ട് ടേം ചോദിക്കാൻ കാരണം അയാളുടെ ഫോമാണ്. പഴയ മേസൺ മൗണ്ട് ആണെങ്കിൽ ഈ 5 വർഷം എന്നുള്ളത് 6 വർഷം ആയാലും മൗണ്ട് സൈൻ ചെയ്തേനെ. മൗണ്ടിനറിയാം തന്റെ ഫോം കഴിഞ്ഞ 2 വർഷമായിട്ട് മോശമാണ്. അതിന്റെ ഇതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മൗണ്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം, ഒരു ഇമ്പാക്ട് ഉള്ള ഒരു പ്ലെയർ ആണ്, ടീമിൽ എന്തായാലും ആവശ്യമുണ്ട്, ഫോം തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെങ്കിൽ അയാൾക്ക് ഈ ടീമിൽ ഫസ്റ്റ് 11, കാരണം അയാൾ ആദ്യം മുതലേ ഫൈറ്റ് ചെയ്തത് എനിക്ക് ആരെ കൂടെ മത്സരിച്ച് ഈ ടീമിൽ കയറാൻ പറ്റും എന്നുള്ളതാണ് പുള്ളിയുടെ ഫാദർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ. ഫസ്റ്റ് 11 കയറാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഷുഡ് ലീവ്. 3-4-2-1 we anyway have enough players. We have Noni Madueke, Mudryk, Felix, Sterling, Kai Havertz. I mean, ഇങ്ങനെയിട്ട് കളിപ്പിക്കാനായിട്ടുണ്ട്. Where will he fit? We also have Conor Gallagher. No, you can't fit him anywhere else because no, I am against this concept of playing him on wide. Wide il പറ്റിയ player അല്ല. He's not. He's a half-space specialist. അല്ല അതെ, കാരണം വൈഡിൽ പറ്റിയ പ്ലെയർക്ക് you must know how to cut in. കട്ടിങ് സ്കില്ല് വളരെ കുറവാണ്. ഇല്ലാത്തൊരു പ്ലെയർ ആണ്. Or he should be able to dribble. രണ്ടും ഇല്ലല്ലോ. അതെ, he's not a massive dribbler. അതെ, one on one ടേക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. He's a half space specialist. പക്ഷെ അതിലും he's been struggling is fine, fair enough. നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. സോഷ്യൽ മീഡിയ അബ്യൂസും കാര്യങ്ങളും there is no improvement. സ്ട്രഗിൾ ചെയ്തോട്ടെ, ബട്ട് ഒരു പ്ലെയർ every year when he goes up he has to go and improve. Is it because he's played in too many positions? നമ്മൾ നശിപ്പിച്ചതാണ്. But development of the point, ഇപ്പൊ ഞാൻ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, you would have watched the career of Roberto Firmino, right? Don't you think ജർമ്മനിയിൽ നിന്ന് വന്ന ഫെർമീനിയോ ഇംഗ്ലണ്ടിൽ വന്നപ്പം ഓരോ വർഷവും മെച്ചപ്പെട്ട് കളിച്ചു എന്ന് തോന്നിയില്ലേ? കളിച്ചിട്ടുണ്ട്. എക്സെപ്റ്റ് ദിസ് സീസൺ ബിക്കോസ് ഹി ഈസ് ഗെറ്റിംഗ് ഓൾഡ്. അത് വിട്ടേക്ക്. ഇപ്പോഴുള്ള സീസണിൽ വേറെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്, ഇൻജുറി ആയി. മാത്രമല്ല ഹി ഈസ് ഗെറ്റിംഗ് ഓൾഡ്. ഈസ് നോട്ട്, അവന്റെ ഏജ് ഒരു ഫാക്ടറാണ്. അത് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. 31 വയസ്സായി. കാരണം ഒരു കോമ്പറ്റീവ്. സി ലെറ്റ് us not forget one thing. ഓഫൻഹൈം എന്ന ഒരു ക്ലബിൽ നിന്ന് ശ്രീകാന്ത് ഇത് ശ്രദ്ധിച്ച് നോക്കിക്കോ, 2015 അയാൾ ലിവർപൂൾ വന്നത്. 2015 മുതൽ 2021 വരെ അയാളുടെ ഓരോ വർഷവും ഇംപ്രൂവ്മെന്റ് ആയിരുന്നു. അതായത് ഒരു 23-24 വയസ്സിൽ വന്ന ഒരുത്തൻ ആ 5-6 വർഷം ഇംപ്രൂവ്മെന്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഒരു പ്ലെയർ എടുത്ത് പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. He has to improve consistently. Unfortunately, മൗണ്ടിന്റെ കാര്യത്തിൽ സ്ട്രഗിൾ എന്നല്ല, ഒരു ഡെവലപ്മെന്റ് ഞാൻ കാണുന്നില്ല. ഈസ് നോട്ട് ഇംപ്രൂവിങ് ഇൻ ദ ഫൈനൽ തേർഡ്. പാസിംഗ് വളരെ മോശമാണ്, ഡിസിഷൻ മേക്കിംഗ് വളരെ മോശമാണ്. ഇതൊക്കെ സ്ട്രഗിളിന്റെ ഭാഗമായാലും എന്തെങ്കിലും ഒന്ന് ക്ലിക്ക് ആവണ്ടേ? ഒരു കളിയിൽ പുള്ളി എല്ലാം ഫെയിലിയർ ആകുന്നുണ്ട്. പാസ് ചെയ്യുന്നില്ല, ഫൈനൽ ഡിസിഷൻ തെറ്റാണ്, ഷൂട്ട് ചെയ്യുന്ന ബോൾ ഷൂട്ട് ചെയ്യുന്നില്ല, പാസ് ചെയ്യേണ്ട ബോൾ പാസ് ചെയ്യുന്നില്ല. സോ ടു മച്ച് ഓഫ് കോംപ്ലക്സ് സിറ്റുവേഷൻ ആണ് അവിടെ.
ആണ്ടില് സംക്രാന്തിയിലൊക്കെ ഒരു കിടലും പാസും ഒരു അടിപൊളി ഗോളൊക്കെ മേസപ്പോണ്ട് അടിക്കും. കൺസിസ്റ്റൻസി ഇല്ല. അതെ, അതില്ല. അതാ ഞാൻ പറഞ്ഞത്. ഫെർമീനയൊക്കെ വളരെ അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ്. ബട്ട് എന്നെ സംബന്ധിച്ചോളം ഈ ഹാസ് ടു ബി ട്രീറ്റഡ്. ഞാൻ ലിവർപൂൾ ഫാൻസിനോട് എപ്പോഴും പറയുന്നതാണ്, റോബർട്ടോ ഫെർമീനിയോ ഒരു ലിവർപൂൾ ലെജൻഡ് തന്നെയാണ്. കാരണം 5 വർഷം 6 വർഷം അയാൾ ലിവർപൂളിൽ കൺസിസ്റ്റന്റ് ആയിരുന്നു. കാരണം ഈ മോസാലയും ഈ പറയുന്ന സാഡിയോ മാനയുടെ സക്സസിൽ ഫെർമീനിയോ ഉണ്ട്. ഇവർ അടിച്ച എല്ലാ ഗോളിലും ഫെർമീനോയുടെ ടച്ച് ഉണ്ടാവും. ഫെർമീനോയുടെ ഒരു പാസ് ഇല്ലാതെ ഇവർ രണ്ടുപേരും ഗോൾ അടിക്കില്ല. അവർ ഉണ്ടാവും, ഒരു ട്രയാങ്കിൾ അത്, അതിലിങ്ങനെ ഫോം ചെയ്ത് അവൻ അടിക്കും. Perfect. Ben Chilwell. Interesting question coming about Ben. Okay, Ben Chilwell-ലേക്ക് വന്നിട്ട് പിന്നെ കോണർ ഗാലഹറിലേക്ക് വരാം. Talks about Manchester City wanting him. Chelsea says we are not ready to sell him. Interesting conversation. That's just a rumor. I don't think he will go to Manchester City. Definitely not for the next 2 years. No matter how bad the injuries are. He's just 26 years of age. 26 വയസ്സുള്ള ഒരുത്തൻ എന്താ പറയുക, ചെൽസി പോലത്തെ ഒരു ക്ലബിൽ വന്നിട്ട് that too he was signed only in the year 2020. I don't think he will go. See, you look at his consistency level. Every time he has played, he has looked like a world class right back, world class left back. Right. I seriously don't see him going. അതൊക്കെ just a rumor ആണ്. Chelsea will not sell him. ഒരു 26 വയസ്സുകാരൻ, he is going to be in the peak of his career. അടുത്ത 3 വർഷം എന്ന് പറയുന്നത് ഒരു ഡിഫൻഡർ, അതും വിങ് ബാക്സിനെ സംബന്ധിച്ചോളം 27, 28, 29 എന്നൊക്കെ പറഞ്ഞ പീക്കാണ് കരിയറിന്റെ. എനിക്ക് തോന്നുന്നില്ല എന്ത് ഇഞ്ചുറി ഉണ്ടെങ്കിലും വിൽക്കും തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ, അൺലെസ് യു നെവർ നോ. ഈ ഒരു എന്താ പറയാ, ഒരു 70-80 മില്യൺ ഒക്കെ ചിലപ്പോൾ അവർ ഔട്ട്റൈറ്റ് ഓഫർ ഒക്കെ വരികയാണെങ്കിൽ അല്ലാതെ ചിൽവെൽ തന്നെ ഫോഴ്സ് ചെയ്ത് പുറത്തു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡെഫിനറ്റ്ലി നോട്ട്. ആസ് ഓഫ് നൗ നോ, ഡെഫിനറ്റ്ലി. കാരണം കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. ലുക്സ് ലൈക്ക് എ പ്രോജക്ട് ഇസ് ബിൽഡിംഗ് അപ്പ്. ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരുന്നുണ്ട്. He feels confident. So I don't think at the moment, right? But yeah, coming on to the next, again, Conor Gallagher like തിരിച്ചു വരാം. ഇംപ്രൂവ്മെന്റിന്റെ കാര്യം ഷാജിയേട്ടൻ ചോദിക്കുന്നു. I see an improvement in him. Do you see an improvement in him? I see an improvement as an impact player, but in Chelsea he will never become a first 11 player. Regular starter. That's my opinion. In Chelsea he will not become a first 11. I'll give you an interesting stat. By this time last season, he had scored 8 goals. In Chelsea, he has scored only 1 goal. Almost the same number of matches. So, what is evident from this is the boy is not comfortable playing in an intensity കൂടുതലുള്ള ടീമിൽ കളിക്കുമ്പോൾ ഒരു comfortable ഇല്ല. കാരണം എന്താ പറയാ, he's putting pressure on himself. Too much of expectations, too much of challenges. So for example, Crystal Palace, they are not expecting Conor Gallagher to score a goal. They are not expecting Crystal Palace to win a match. They are expecting the team to perform. അപ്പൊ ആ പ്രഷർ അതിൽ തന്നെ നിൽക്കും ഒരു പ്ലെയറെ സംബന്ധിച്ചോളം. ചെൽസിയിൽ അങ്ങനെയല്ല. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പോയിട്ട് കളി കാണുന്നത് ശ്രീകാന്തും ഷാജി ആണെങ്കിൽ ബോള് ഗാലഗറിന്റെ കാലിൽ കിട്ടി, ഫ്രീ സ്പേസ് ഉണ്ട്, ഫ്രണ്ടിൽ ഗോൾ പോസ്റ്റ് കാണുകയാണെങ്കിൽ എന്തായാലും ശ്രീകാന്തും ഷാജിയും അവിടുന്ന് ഉറക്കം വിളിച്ച് ഷൂട്ട് ചെയ്യാൻ പറയും ഷൂട്ട് എന്ന് പറയും. എന്തുകൊണ്ടാണെന്നറിയോ? അത് ചെൽസിയാ. വി വാണ്ട് ഹിം ടു സ്കോർ, വി വാണ്ട് ഹിം ടു ടേക്ക് ദ ലീഡ്, വി വാണ്ട് ഹിം ടു ഇൻക്രീസ് ദ ലീഡ്. ക്രിസ്റ്റൽ പാലസ് അങ്ങനെയല്ല. ക്രിസ്റ്റൽ പാലസ് ഇസ് ടോട്ടലി ഡിഫറെന്റ് സിനാറിയോ ആണ്. ഹിസ് കംഫർട്ട് ലെവൽ ഇസ് ഡിഫറെന്റ്. പാലസ് കളിക്കുന്ന ഫുട്ബോൾ എന്താണ്? 70ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചാൽ ആ ഗോൾ ഗാലഗർ അടിച്ചില്ലെങ്കിലും അടുത്ത 20 മിനിറ്റ് ആ ഗോളിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്താൽ മതി ഗാലഗറിന്. ചെൽസിയിൽ അതല്ല. ആ ഒരു ഗോൾ കൊണ്ട് ഒരു ചെൽസി ഫാനും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കില്ല. ഇഫ് ഗാലഗർ ഈസ് എൻ അറ്റാക്കിംഗ് പ്ലെയർ, ദേ വാണ്ട് ഹിം ടു ഗോ ഫോർവേഡ്. നമ്മൾ ഗാലഗറിന്റെ ബാക്കിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങും. സോ ഇന്റൻസിറ്റി കൂടുതലുള്ള ഹൈലി ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഇതുപോലെ പ്രഷർ ഹാൻഡ്ലിംഗ് ഉള്ള ടീംസ് ഐ ഡോണ്ട് തിങ്ക് ഈസ് സൂട്ടഡ്. ഈ സൂട്ടഡ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ല. സോ മൈ പോയിന്റ് ഈസ് ലോണിൽ ഇനി പോകാൻ താല്പര്യം കാണിക്കാത്തതുകൊണ്ട് ഇനി ഈ വോണ്ട് ഗോ. കാരണം ഒന്നാമത് ഇംഗ്ലണ്ട് പ്രൊഡക്റ്റുമാണ്, ഇംഗ്ലണ്ടിൽ നാഷണൽ ടീമിൽ കളിക്കാൻ സാധ്യതയുണ്ട്, ചാൻസ് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു he will look for a club which will be more suited for him to move.
But for Chelsea, first 11 player ആയിട്ട് എനിക്ക് കുറച്ച് criticism വരുന്നുണ്ട്. Some people are saying you are judging a player by just one I'm not season. judging the player. I'm just supporting the player. ഞാൻ പ്ലെയറെ ജഡ്ജ് ചെയ്യുന്നല്ല. I'm just judging the player, telling that the player deserves to play more. ചെൽസിയിൽ അത് കിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ കോണർ ഗാലഗർ മോശമല്ല എന്നല്ല കേട്ടോ പറയുന്നത്. ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് യങ് ടാലന്റ് ഇൻ ഇംഗ്ലണ്ട്. ബട്ട് ചെൽസിയിൽ അയാൾക്ക് ആ ചാൻസ് കിട്ടാൻ പോകുന്നില്ല. അത് അയാളിനെ അടിച്ച് അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, ഒരു ഫുട്ബോളറുടെ കരിയർ ആണ് എന്ന് പറയുന്നത് വളരെ സ്പാനാണ്. ഇപ്പൊ ഞാനും ശ്രീകാന്ത് 58-60 വയസ്സ് വരെയൊക്കെ വർക്ക് ചെയ്യും. ഇവരൊക്കെ 58-60 വയസ്സ് വരെ ഒന്നും ഫുട്ബോൾ കളിക്കില്ല. മാക്സിമം പോയാൽ 34 വയസ്സ്. അപ്പം 20ാമത്തെ വയസ്സിൽ തുടങ്ങി 34-ൽ തീരുന്ന 14 വർഷത്തെ കരിയറേ ഉള്ളൂ ഒരു ഫുട്ബോളർക്ക്. അപ്പൊ അതിൽ അയാൾ കളിക്കണം. അപ്പൊ അയാൾ ഒരു ചെറുപ്പക്കാരൻ 23ാമത്തെ വയസ്സിൽ നിരന്തരം പിച്ചിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് ചെൽസിയിൽ കിട്ടില്ല. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ അയാൾ വേറെ ടീമിൽ പോയി കളിക്കുകയാണെങ്കിൽ അയാൾ ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു പ്ലെയർ ആയിട്ട് അയാൾക്ക് വരാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെൽസിയിൽ അത് കിട്ടാത്തതിന് കാരണം ചെൽസി ഡിമാൻഡിങ് ആണ്. What is he? Is he a number 8? Is he a destroyer? Is he a balancer? What is he? He's a destroyer. You cannot put him as a number 8 or a balancer. He's a destroyer. He can push, he can press, and he can create half chances into full chances. He can create chances for others. Most importantly, he's a player good enough to take half chances and make it into a full chance for somebody or for himself. He's an out and out goal scoring mentality ulla player ആണ്. He wants to hit the target. He wants to pass and make somebody score. Our mentality ulla player. He's not a player who wants to pass and stay on the pitch. He wants to pass. He wants to score. ഒരു സ്കോറിംഗ് മെന്റാലിറ്റി ഉള്ള പ്ലെയർ ആണ്. ബിക്കോസ് എന്നെ സംബന്ധിച്ചോളം ക്രിസ്റ്റൽ പാലസിനൊക്കെ ഒരു മിഡ്ഫീൽഡ് ഡൈനമൈറ്റ് ആയിട്ട് 8 ഗോളൊക്കെ അടിക്കാന്ന് പറഞ്ഞാൽ അതും 10, 35, 40 കളിയാ കളിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അത്രയും കളികളിൽ 8 ഗോൾ എന്നൊക്കെ പറഞ്ഞത് ഇറ്റ്സ് ഈക്വൽ ടു സ്കോറിംഗ് 15-20 ഗോൾസ് ഇൻ എ ബിഗ് ക്ലബ്. ബിക്കോസ് പാലസ് ഒക്കെ നമ്മൾ ക്രിയേറ്റിവിറ്റി ആസ്പെക്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സിറ്റിയോ ആർസണലോ ലിവർപൂളോ ഫോർ ദാറ്റ് മാറ്റർ ചെൽസിയുടെ ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ല. സോ സംബഡി സ്കോറിംഗ് 8 ഗോൾസ് മീൻസ് ദാറ്റ് ഹ്യൂജ്. അതുകൂടി നമ്മൾ നോക്കണം. അത്രയും ക്രിയേറ്റിവിറ്റി ഇല്ലല്ലോ അവർക്ക്. So ഒരു 3-4-2-1 he will fit in the front two or he should shift into a back four? 3-4-2-1 he will fit in the front two. കളിക്കാൻ പറ്റും, കേപ്പബിൾ ആണ്. And back four la? Back four കളിക്കുകയാണെങ്കിൽ it should be a 4-3-3. Otherwise he doesn't suit. 4-3-3. So we have Mount and Conor, both of them fitting only 4-3-3. 4-3-3 കാരണം പറഞ്ഞാൽ you can play on the right side, but I don't think you can play on the 4-2-3-1 ഒന്നും കളിപ്പിക്കാൻ പറ്റില്ല. He's not a double pivoted player. No, because his tackling is poor. He will get a red card. He's not a good timer of a tackle. Tackling ഒരു സ്കില്ല കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. You have to tackle properly. You don't get red cards like that. So Casemiro തന്നെ little bit shocked ആണ്. He doesn't get that many red cards. He's a better tackler ആണ്, but unfortunately he's getting red cards. But Fred is a good tackler ആണ്. Fred doesn't get too many cards. Other than that, Nemanja Matic doesn't get cards. Veendum doesn't get too many cards. I don't think Gallagher is good in tackling, but he will rush. Frontal rush ചെയ്യുന്നതും ബാക്കിൽ നിന്ന് ടാക്കിൾ ചെയ്യുമ്പോൾ, but the chances of getting a card is more when you play in that pivot role. Absolutely. Makes sense. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗാലഗർ റോങ് പൊസിഷൻ ആണ്. That is അതാണ് ഞാൻ പറഞ്ഞത്. അൺഫോർച്ചുനേറ്റ് ആണ്. We are playing in a wrong position because his position is so tight. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് he is such a good player that he should leave Chelsea and go to some other club and start building his career എന്നുള്ളത്. See, ഞാനൊരു കാര്യം പറയട്ടെ. Do you think Srikanth Tammy would have made it to the national team had he been in Chelsea? I don't think so. No. Because he went to Roma, he has made it there. Otherwise he would not make it. Where Chelsea will give him that kind of a chance. So ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ he is in a very prime age ആണ് ടാമി അബ്രഹാം. ഇപ്പോഴും പല ഫാൻസുകൾ പറയുന്നുണ്ട് ടാമിയെ തിരിച്ചു വിളിക്കണം, ആ ഒരു ക്ലോസ് നമ്മളെ ട്രിഗർ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ. ബട്ട് why should he do that? Let him stay there, let him play well. See, അടുത്ത സീസൺ റോമ ചാമ്പ്യൻസ് ലീഗ് കളിക്കുകയാണെങ്കിൽ it's an opportunity to play in Europe. Then let's see. അതിനുശേഷം നമുക്ക് നോക്കാം how what kind of an improvement he makes എന്നുള്ളത്. സുബേഷിന്റെ ക്വസ്റ്റ്യന് ഞാൻ ഉത്തരം പറയാം. 3-4-2-1 he was our player of the year. മൗണ്ടിൽ കളിക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? The answer is very simple. ഈ 4-2-3-1 we have Noni Madueke, we have Mudryk, we have Sterling, we have Felix, we have Kai Havertz,
ഇനിയിപ്പോൾ അടുത്ത സീസണിൽ ഫെലിക്സിനെ മാറ്റി വി ഹാവ് എൻകുങ്കു. അപ്പോൾ അപ്പോഴും 5 പേരുണ്ട്. വി ഹാവ് എ സ്ട്രൈക്കർ. സോ ഓൾറെഡി വി ഹാവ് സിക്സ് പ്ലേയേഴ്സ് ഇൻ ദ ഫ്രണ്ട് 3. ഓക്കെ, അതിൽ സ്ട്രൈക്കർ എടുക്കുക. സ്ട്രൈക്കർ ഇസ് എ ഫിക്സഡ് റോൾ. മേസൺ മൗണ്ട് അവിടെ കളിക്കില്ല. പിന്നെയുള്ള 2 റോളേ ഉള്ളൂ. അതിൽ ബാക്കി 5 പേരുണ്ട്. ആൻഡ് വി ഹാവ് ടു ഓഫ് ലോഡ് പുളിസിക്, സിയച്ച്. ഇവർ രണ്ടുപേരും ഓഫ് ലോഡ് ചെയ്യാണ്ട് ഈ 5 പേരുടെ ഇടയ്ക്ക് മേസൺ മൗണ്ട് ഹാസ് ടു കം ആൻഡ് ഫിറ്റ് ഇൻ. ദാറ്റ് ലുക്സ് വെരി വെരി ഡിഫിക്കൾട്ട് ഗോയിങ് ഫോർവേഡ്. ആ സമയത്ത് അന്ന് പോർട്ടന്റെ ടാക്ടിക്സ് നമുക്ക് ഈ പറയുന്ന പോലെ പുളിസിക് വാസ് കൺസിസ്റ്റന്റ്ലി ഇൻജോർഡ്. സിഎച്ച് വാസ് ഓൾസോ റെഗുലർലി ഗെറ്റിംഗ് ഇൻജോർഡ്. സിഎച്ച് വന്നാലും മേസൺ മൗണ്ട് ഇഷ്യൂ ഉണ്ടായില്ല, കാരണം ഹി വാസ് ഒക്യുപൈങ് ദ സ്പേസ് ഓഫ് പുളിസിക്. പുളിസിക് പിന്നെ റെഗുലർലി ഇൻജോർഡ് ആയതുകൊണ്ട് വലിയ തലവേദനയൊന്നുമില്ല. സോ ഐ ഡോണ്ട് തിങ്ക് that's the answer. What do you speak about that? See, the players who are not part of the project should not play. I am against this concept of Aubameyang and Ziyech being in that pitch itself. If they are not part of your project, Pulisic, I don't think. I mean, his injury is too serious that we cannot trust him for a long term. Injury prone player ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. See, talent is not one thing that I mean, clubs like us, we don't look at only the talent aspect of it. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷോൺ റൈറ്റ് ഫിലിപ്സ് എന്നുള്ള കളിക്കാരന് നമ്മൾ വിൽക്കേണ്ട ആവശ്യമില്ല. എക്സ്ട്രീംലി ഗിഫ്റ്റഡ് ഫുട്ബോളർ ആണ്. But his injury was too much. We cannot handle that kind of an injury. അപ്പോൾ ഒരു particular point we'll have to take a decision, because we cannot see how long you will treat for a player's injury. It's not thing. Pulisic ഒരു സീസണിൽ എത്ര ബ്രേക്ക് ഡൗൺ ആണ്. അതിനെ ഞാൻ പറഞ്ഞു, റീസ ജെയിംസ് ഈസ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 2-3 ബ്രേക്ക് ഡൗൺസ് എ സീസൺ. ബട്ട് ദാറ്റ്സ് റിയലി വേഴ്സ്. ഒരു കുറെ കഴിയുമ്പോൾ അതൊരു ബാധയായി വരും. അതെന്താ അറിയോ, ആ പ്ലെയറിന്റെ കരിയർ ഷോർട്ട് ആവും. ഇപ്പൊ ആസ്പി ഒക്കെ 34-35 വയസ്സിലും കളിക്കുന്നുണ്ടെങ്കിൽ ഇഞ്ചുറി കുറഞ്ഞുകൊണ്ടാണ്. അപ്പൊ പുലിസിച്ചിനെ പോലത്തെ പ്ലെയർ ഒക്കെ ഇഞ്ചുറി പ്രോൺ ആണ്. ഇഞ്ചുറി പ്രോൺ ഉള്ള പ്ലെയറിനെ നമ്മൾ ടീമിൽ വെച്ചിട്ട് വിത്തൗട്ട് എ റൺ ഹൗ ഡു യു പ്ലേ ഹിം? അയാൾ 4 കളി കളിക്കും, ഇഞ്ചുറി ആയി പിന്നെ 2 മാസം ഇരിക്കും, പിന്നെ 4 കളി കളിക്കും. വാട്ട് റിതം ഹി ഗെറ്റ്സ്. ഇന്നലെ തന്നെ ലിസ്റ്ററിന്റെ കൂടെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ he was given the ball 4-5 times on the right side. Yes, because he was and that too in a one-on-one situation. He didn't drive. അവൻ ഡ്രൈവ് ചെയ്തില്ല, ഡ്രിബിൾ ചെയ്ത് പോകാൻ നോക്കിയില്ല. കാരണം എന്നാൽ there is no confidence. കോൺഫിഡൻസ് പോകാൻ കാരണം എന്താണ്? യുവർ ഫിറ്റ്നസ് വെന്റ് ഔട്ട്. ഫിറ്റ്നസ് പോയാൽ എന്തുകൊണ്ടാണ്? യു തിങ്ക് ദാറ്റ് ഇഫ് ഐ ഡ്രിബിൾ ആൻഡ് ഇഫ് സംബഡി ടാക്കിൾസ് ഐ വിൽ അഗൈൻ ഗെറ്റ് ഇൻജോർഡ്, അഗൈൻ ഔട്ട് ഓഫ് ദ ടീം. സോ കോൺഫിഡൻസ് പോയി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ തിങ്ക് we'll have to sell him. There is no other ultimate on that. One second, Subish, 3-4-2-1 പൊസിഷനിൽ ഇൻസൈഡ് റോൾ 10 കളിക്കാനുള്ള പ്ലേയേഴ്സ് ഫെലിക്സ്, മൗണ്ട് ആൻഡ് എൻകുങ്കു. അപ്പോൾ മുഡ്രിക്കിനെ നോണി മാഡുവിക്കിനെ നമ്മൾ എന്തിനാണോ മേടിച്ചു വെച്ചിരിക്കുന്നത്? സോ വി വിൽ ഷിഫ്റ്റ് ടു 3-4-3. We will definitely use them as pure wingers. ഇപ്പോൾ ഈ 3-4-2-1 ആയാലും 3-4-3 ആയാലും നമ്മൾ നോണി മാഡുവിക്കെയും മുഡ്രിക്കിനെ നമ്മൾ മേടിച്ചു വെച്ചിരിക്കുന്നത് we have given them 7-8 years contract. We have നോണി മാഡുവിക്കെ, മുഡ്രിക്, എൻകുങ്കു, ഫെലിക്സ്, സ്റ്റെർലിംഗ്. 5 പ്ലേയേഴ്സ് ഉണ്ട് ആ ഫ്രണ്ട് 2-ന് വേണ്ടി. ബിക്കോസ് സ്ട്രൈക്കർ എനിവേ വിൽ സൈൻ എ സ്ട്രൈക്കർ. സോ ഇറ്റ്സ് ഒബ്വിയസ്. അതിപ്പോൾ 2-1 കളിപ്പിച്ചാലും 3-3 കളിപ്പിച്ചാലും. ആൻഡ് മേസൺ മൗണ്ട് ഇസ് വൺ. അഗൈൻ സുബീഷ് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? യു ആർ തിങ്കിങ് ആസ് എ ക്ലബ്. മേസൺ മൗണ്ട് നമുക്ക് അവിടെ കളിപ്പിക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊണ്ടുവരാം, 2 കളിയിൽ 3 കളിയിൽ നമുക്ക് ഇറക്കാം. മേസൺ മൗണ്ട് ഡസന്റ് തിങ്ക് ദാറ്റ്. ഹി വാണ്ട്സ് ടു സ്റ്റാർട്ട് എവറി ഗെയിം. Conor Gallagher wants to start every game. Sterling wants to start every game. Ziyech wants to start every game. Noni and Felix wants to start every game. Kai wants to start every game. നോണി മാഡുവിക്കും മുഡ്രിക്കും കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിരിക്കും, കാരണം അവരുടെ മേലിൽ ഇപ്പോൾ അത്രത്തേക്ക് പ്രഷർ ഇല്ല. സോ ദേ മൈറ്റ് ബി ഓക്കെ ടു ബീങ് ആൻ ഇമ്പാക്ട് പ്ലെയർ, അല്ലെങ്കിൽ ഗെറ്റ് റെഗുലർ ഗെയിം ടൈം. പക്ഷേ ഈ റെഗുലർ ഗെയിം ടൈം വേണമെന്ന് പറയുന്നത് മൗണ്ടും ഫെലിക്സും കായും സ്റ്റേർലിങ്ങും ഒക്കെ കളിക്കുമ്പോഴത്തേക്കും ഈസ് നോട്ട് ഗോണ ഗെറ്റ് ഇറ്റ്. ലെറ്റ്സ് ബി വെരി ക്ലിയർ. Unless and until we shift into a 4-3-3 as a number 8 where he doesn't have a fight. Speaking about number 8, Shajee, Kovacic, sell him, keep him? If we get a better player than him, we should sell him. We shouldn't keep him. Better player in the sense... No, see, we are anyway going for one defensive midfielder. That's for 100% sure. It depends upon what kind of a player we bring. We need to bring a player who will support Enzo. കാരണം എൻസോ ലുക്സ് ടു ബി എന്താ പറയുക, ഫൾക്രം എന്ന് പറയുന്നത്, അച്ചാണി എന്ന് പറയുന്ന സാധനം എൻസോ ആണ്. സോ കൊവാസിച്ച് സപ്പോർട്ട്സ് എൻസോ. ഈ കണ്ട കോമ്പിനേഷനിൽ എൻസോവും കൊവാസിച്ചും ഉള്ള സപ്പോർട്ടിൽ മ്യൂച്വലി രണ്ടുപേരും ഒരു പാറ്റർനൈസ്ഡ് ആയിട്ട് കളിക്കുന്ന ഒരു ഫുട്ബോളാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് upon the kind of footballer you buy an upgraded version of Kovacic. Okay, see, ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ മേടിക്കുമ്പോൾ we cannot buy a player similar to Kovacic. We have to buy an upgrade. We bought Enzo because it was an upgraded version of Jorginho. Similarly, we'll have to buy Kovacic.
എൻ്റെ ഒരു ഇതെന്താ പറഞ്ഞാൽ ഇഫ് ദ ക്ലബ് ഈസ് വെരി കോൺഫിഡൻറ്റ്, ഈ പറയുന്ന എൻഗോളോ കാണ്ടെ അടുത്ത സീസൺ ഫുള്ളി ഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ടൈം ഫിറ്റ് ആയിരിക്കുകയാണെങ്കിൽ you get a better player than Kovacic and sell Kovacic. There is nothing wrong in that. Otherwise, you keep it. We are anyway targeting definitely one, whoever it is, Bruno Jimenez, Declan Rice, Casado Nalum Varilla, maybe you have Lavia from Southampton, but definitely we are targeting Palinia from Fulham. We definitely have few targets in that zone. Yes. Anyway, Kante നമ്മൾ definitely maximum retain ചെയ്യാൻ ശ്രമിക്കുന്നു. Zakaria's future. Somebody is mentioning Santos about is coming. Correct. We have players, so there is a possibility. Kovacic ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. And he's Right. also in that So we have Enzo and Santos orpicho. We have one more midfielder. അവിടെ തന്നെ 3 പേരായി. Then we have Kante. So we already have 4 people in that particular. I think easy question, RLC and Cho. My answer is both of them going out. What about RLC and Cho? Cho has got no future in Chelsea. I'm sorry to say this to Chelsea fans. Callum Hudson-Odoi for Chelsea is finished article ആണ്. ഇനി നമ്മൾ അതിൽ വെറുതെ പോയിട്ട് നമ്മൾ ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ Cho is over. Cho doesn't work with us because I mean പുള്ളി അവിടെ പോയി കളിച്ചിട്ടും no matter what the time he plays on that, he is not the kind of player he used to be in the past. Lack of confidence and lack of belief പോയി കഴിഞ്ഞു. അപ്പം he's not going to have a future in Chelsea. That's very evident. Chelsea will sell him. Either he has to leave out or we have to sell him. Ruben Loftus-Cheek, I think he has played well so far, but I don't think he has got a future in Chelsea because again, the midfield ഭയങ്കര ലോഡഡ് ആണ്. ഇപ്പം ആൻഡ്രേ സാന്റോസ് ഒക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷെ ലോഫ്റ്റസ്-ചീക്കിന് ബെറ്റർ കരിയർ ഉണ്ട്. കാരണം ഇറ്റലിയിൽ നല്ല മാർക്കറ്റ് ഉണ്ട് റൂബൻ ലോഫ്റ്റസ്-ചീക്കിന്. ഐ തിങ്ക് clubs like Juventus, clubs like Roma, Fiorentina, Sampdoria, there are clubs they are looking at Ruben Loftus-Cheek. So there is a possibility അങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. I think Subish, you are being emotional. Player of the Year award രണ്ട് തവണ കിട്ടി, മറ്റേതാണ് മറിച്ചാണ്. Yeah, so what? This season his performance has been poor. Unproven Madueke, 100% agreed. അവിടെ ഇപ്പോൾ മാഡുവെക്ക് പകരം അവിടെ ആരാ കളിക്കുന്നത്? There's Kai Havertz playing, Sterling playing. So leave Madueke. We still have Sterling. They're playing there. Right? Contract കൊടുക്കുന്നുണ്ടല്ലോ. It's not about contract. You are again thinking emotionally. You're thinking about contract. Think about Mason Mount. If you are Mason Mount, what is your primary thought before signing a contract? Contract, you want to play a regular game time. And Mason Mount is a player who wants to play regular. He's not a money-minded, alone guy. He wants to play regular football. Regular football കളിക്കാൻ ഉള്ള സാധ്യതകൾ കുറവാന്നുള്ളത് പുള്ളിക്കാരനറിയാം. He knows. Unless and until we shift into a 4-3-3. Because his position is right now taken. നമ്മളെന്ത് കളിപ്പിക്കണു എന്നുള്ളതല്ല. What is happening right now on the pitch? That's what it is. അല്ലാണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലെയർ ഓഫ് ദി ഇയർ പ്രൂവൺ കൺസിക്യൂട്ടീവ്ലി നമുക്ക് ഡിഡിയർ റോഗ്മാനെ കൊണ്ടുവന്നു ഇവിടെ. I mean, past is past. I mean, he's born. And എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ we should sign him, we should keep him. No doubt about it. ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ മേസൺ മൗണ്ട് 19ന്റെ ഷർട്ട്സ് ആണ് മാക്സിമം. ഹീസ് an out and right ചെൽസി ബോയ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഹീസ് ഒരു പക്ഷേ കൺസിഡേർഡ് ആസ് ദ ഫ്യൂച്ചർ ക്യാപ്റ്റൻ. അപ്പോൾ റീസ് ജെയിംസിനാണ് ആ ഒരു ഇത് പോകുന്നത്. പ്രോബ്ലി ദർ ആർ ബെറ്റർ പ്ലേയേഴ്സ് ഹു ആർ ഫൈറ്റിംഗ് ഫോർ ദാറ്റ് സ്പോട്ട്. So my point being, we should sign him. But if I am Mason Mount, my question is, will I play consistently in this Chelsea lineup? Too much of competition. So that's my point. I mean, ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഗോൾ കീപ്പർ കെപ്പയ്ക്ക് പകരം we should get a goalkeeper. If Slolina is going to go on loan, എനിക്ക് മനസ്സിലാവാൻ പറ്റുന്നത് some of the reports are coming out that Gabriel Slolina will play for a Premier League club next season. So we will go for a better goalkeeper. Kepa is doing good, but Kepa is not consistent. ഒരു full season ഒന്നും Kepa വിശ്വസിക്കാൻ പറ്റില്ല. We need somebody who is very consistent with that point. ഇതിൽ നോക്കാൻ പറ്റും. So far so good, but Kepaയുടെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. He is not a consistent goalkeeper. And season, then why Felix permanently? Okay. അത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രോബബ്ലി വി മൈറ്റ് നോട്ട് എന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ട്. Two style players, but Chelsea is happy, Felix is happy. We never know what's going to happen. Again, ഇവരൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ too many players in one position. Future of Kai probably വരുന്ന ഗെയിംസിൽ കണ്ടറിയാം. So definitely. So let's end this stream with one final question.
Shajee, is Graham Potter on the right track? Do you think he is moving in the right direction? It's too tough a question, because see, he has got the momentum. ഈ momentum വെച്ച് build ചെയ്യണം. If he wants to be successful in big clubs, he has to build on the momentum. If ഞാൻ ആദ്യം പറഞ്ഞ നമ്മൾ തുടക്കം മുതൽ ഒരുപാട് സമയങ്ങൾ സംസാരിച്ച ഒരു പോയിന്റ് ആണ്, if he finishes in 7th, I think he has had a decent season, not a great season, decent season. ചാമ്പ്യൻസ് ലീഗ് വേറെയാണ്. ചാമ്പ്യൻസ് ലീഗ് നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യണം. ഇതൊക്കെ ആത്മവിശ്വാസം കൂടി നിൽക്കുന്ന ഒരു ടൈമിൽ നമുക്ക് ഫാൻസ് ആയി എന്തും പറയാം. റിയൽ മഡ്രിഡിനെ കിട്ടിയാൽ ഞങ്ങൾ അടിക്കും, അല്ലെങ്കിൽ നമ്മളെ ഫാൻസിന്റെ ഭാഷയിൽ എന്താ പറയുക, നാപ്പിളെ കിട്ടിയാൽ നമ്മൾ പഞ്ഞിക്കിടും, പലകയിലിടും, ഇതൊക്കെ പറയാനാണ്. ഇപ്പൊ knockout competition is different. Look what has happened to Mumbai City. Bangalore has gone through. Look what has happened to Hyderabad. ATK Mohan Bagan has gone through. Let us not forget, ലീഗിലെ ആദ്യത്തെ 2 സ്ഥാനക്കാരായ മുംബൈ സിറ്റിയും ഹൈദരാബാദും പുറത്തായി ISL ഫൈനലിൽ. അതാണ് നോക്കൗട്ട്. അപ്പൊ നോക്കൗട്ടിലൊന്നും അതൊന്നും പറയാൻ പറ്റില്ല. നോക്കൗട്ടിൽ നമുക്ക് എന്ത് പ്ലെയറെ കിട്ടുന്നുള്ളതാണ്. ഗ്രാം പോട്ടറിനെ സംബന്ധിച്ചോളം ചെയ്യേണ്ടത് അടുത്ത 2 കളികൾ ജയിക്കുകയാണെങ്കിൽ he actually gives the players the confidence. അത് അയാളുടെ ഉത്തരവാദിത്തമാണ്. പ്ലേയേഴ്സ് കളിക്കുന്നു എന്നല്ല, അടുത്ത 2 കളി എന്നെ സംബന്ധിച്ചോളം എവർട്ടൺ will be tough because they play 4-3-2-1. But if he is going to play the same combination of Enzo and Kovacic and then Joe Felix and what do you call it, Sterling, they have a chance of beating Everton. Because Everton is vulnerable in the back. But they will play 4-3-1, which is purely loaded defensively. Sandaish is master in that. അത് കഴിഞ്ഞ് വരുന്ന ആസ്റ്റൺ വില്ലയാണ് out and out defending club. A team that relies heavily on ഫ്ലാങ്കിൽ ലോ ബ്ലോക്ക് കളിച്ച് ലോക്ക് ചെയ്ത് ബോൾ സെൻട്രലിൽ കൊണ്ടുവന്ന് സ്പ്രെഡ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ 2 കളി ഈ പറയുന്ന ഗ്രാം പോട്ടർ ജയിക്കുകയാണെങ്കിൽ ഒരു കോച്ച് എന്ന നിലയിൽ അയാൾ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് പ്ലെയേഴ്സിന് എന്താന്ന് പറഞ്ഞാൽ അത് ആ ലീഗ് ടേബിൾ ഒന്ന് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് പ്ലെയേഴ്സിനോട് പറയാം, സി യു ഹവ് നൗ വോൺ ലാസ്റ്റ് 3 ലീഗ് ഗെയിംസ്. നൗ വി ഹാവ് എ വെരി റീസണബിൾ ചാൻസ് ഓഫ് ഫിനിഷിംഗ് ഇൻ ദ ടോപ്പ് 6. ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. അതാണ് ഇൻസ്പിറേഷൻ. അപ്പോൾ പ്ലെയേഴ്സിന് ഒരു ഇൻസ്പിറേഷൻ ആയി അതിലേക്ക് മൂവ് ചെയ്യണം. അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അതിനുശേഷമുള്ള കളികളെ പറ്റി ഒന്നും നോക്കണ്ട. ബിക്കോസ് അതിനുശേഷമുള്ള കളികളിൽ ചെൽസിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞാൽ, ലിവർപൂൾ ബാക്ക് ടു ബാക്ക് ഈസ് പ്ലേയിങ് ആർസണൽ, സിറ്റി ആൻഡ് മാഞ്ചസ്റ്റർ. Manchester United in the month of April have got 4 difficult fixtures. Arsenal in the month of May have got 3 difficult fixtures against relegation battlers. അപ്പൊ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ എനിക്ക് തോന്നിയത് അടുത്ത 2 കളികളിൽ ഫോക്കസ് ചെയ്യുക, അടുത്ത 2 കളികൾ ജയിക്കുക. അത് ജയിക്കുകയാണെങ്കിൽ ഒരു കോച്ച് എന്ന നിലയിൽ ഗ്രാം പോട്ടർ can give a momentum, he can build a confidence and he can tell the players that we have a chance to finish in the top 6. And let's see where we finish എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. Great, awesome. Anyway, ഇനിയും നമുക്ക് ലൈവുകൾ വരാം, ഇനിയും ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വരാം. Thank you so much for spending so much time. What about your opinion? Bellingham to Chelsea? I don't think Bellingham will come to Chelsea. That's my opinion on that point. Okay, കുറെ പേരൊക്കെ ഫെലിക്സിനെ കുറിച്ച് ചോദിക്കുന്നു. We already discussed this. ഈ സ്ട്രീമിൽ മൊത്തത്തിലുണ്ട്. Please do rewatch it. Probably ഞാൻ ഇതിന്റെ ഒരു ടൈം ലൈൻ ഇടാം, ഒന്ന് എഡിറ്റ് ചെയ്തിട്ട്. Guys, at the same time, thank you so much, Shajee. Thanks, guys. Thank you. Thank you. There is one person who was repeatedly asking me, what about Alex Meret, Napoli goalkeeper? He's a good goalkeeper, but I seriously don't see him coming out of that because Alex Meret's ഏറ്റവും വലിയ പ്രശ്നം, Alex Meret's career നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, he's a player right from the age of 19-20 തന്നെ he was uncomfortable coming out of Italy. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. He was playing for Spal, he was playing for Udinese. In fact, he is a youth product of Udinese. അങ്ങനെ വരുന്ന ഒരു പ്ലെയർ ആണ്. ബട്ട് ഹി ഹാസ് ഓൾവേസ് ബീൻ അൺകംഫർട്ടബിൾ. പല തവണ പറഞ്ഞിട്ടുണ്ട്, ഐ എം നോട്ട് കംഫർട്ടബിൾ കമ്മിങ് ഔട്ട് ഓഫ് ഇറ്റലി. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വിൽ. ചില പ്ലെയർ ഉണ്ട്, ഹോം സിക്നെസ് ഉണ്ടാവും, നാട്ടിൽ നിന്ന് പുറത്തൊന്നും പോകില്ല. ഐ കാൺട്ട് സീ അലക്സ് മെററ്റ് കമ്മിങ് ടു ഇംഗ്ലണ്ട് ആൻഡ് പ്ലേയിങ്, എസ്പെഷ്യലി ലാംഗ്വേജ് ഒരു പ്രോബ്ലം ആണ്. താങ്ക് യു. Great, awesome. All right guys, thank you so much guys, take care. Then bye bye. Thanks Shajee. Bye, thank you.